ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഓപ്പറേഷൻ നംഖോർ ദുൽഖർ സൽമാന് താൽക്കാലിക ആശ്വാസം, വാഹനം വിട്ടു നൽകുന്നത് പരിഗണിക്കണമെന്ന് കസ്റ്റംസിനോട് ഹൈക്കോടതി. ഓപ്പറേഷൻ നംഖോറുമായി ബന്ധപ്പെട്ട കേസിൽ ദുൽഖർ സൽമാന് താൽക്കാലിക ആശ്വാസം, വാഹനം വിട്ടു നൽകുന്നത് പരിഗണിക്കണമെന്ന് കസ്റ്റംസിനോട് ഹൈക്കോടതി. ദുൽഖർ അപേക്ഷ കൊടുക്കണമെന്നും 20 വർഷത്തെ വാഹനത്തിന്റെ വിവരങ്ങൾ ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട്. ഇത് പരിഗണിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അപേക്ഷ തള്ളിയാൽ കൃത്യമായ കാരണം ബോധിപ്പിക്കണമെന്നും കസ്റ്റംസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് വാഹനം കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണോ എന്ന് കസ്റ്റംസിനോട് ഹൈക്കോടതി ചോദിച്ചു. രേഖകളുടെ അടിസ്ഥാനത്തിലല്ലേ അന്വേഷണമെന്നും ഹൈക്കോടതി ചോദിച്ചു. വാഹനത്തിന്റെ മൂല്യത്തിന് തുല്യമായ തുക ബാങ്ക് ഗ്യാരണ്ടി നൽകാമെന്ന് ദുൽഖർ സൽമാൻ വ്യക്തമാക്കി. ദുൽഖറിനെതിരെ ശക്തമായ നിലപാടാണ് കസ്റ്റംസ് കോടതിയിൽ എടുത്തത്. കള്ളക്കടത്ത് വാഹനമാണെന്ന പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ദുൽഖറിന്റെ വാഹനം പിടിച്ചെടുത്തത്. അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികാരമുണ്ട്. ദുൽഖറിന്റെ വാദങ്ങൾ അപക്വം. കടത്തിക്കൊണ്ടുവന്ന വാഹനമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അന്വേഷണം പുരോഗമിക്കുന്നു. 2 വാഹനം കൂടി ദുൽഖറിന്റെ പക്കലിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. കേരളത്തിൽ 150-ലധികം കടത്ത് വാഹനങ്ങൾ ഓടുന്നു. അവയിൽ ചില വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുവാൻ വ്യാജരേഖകൾ ഉപയോഗിച്ചു എന്നിങ്ങനെയെല്ലാമാണ് കസ്റ്റംസ് കോടതിയിൽ വ്യക്തമാക്കിയത്. കട്ടിളയിലും ദുരൂഹത. കട്ടിളപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുവാൻ നീക്കം നടന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ ദുരൂഹ ഇടപാടുകളുടെ കൂടുതൽ തെളിവുകൾ പുറത്ത്. 2019 മാർച്ചിൽ കട്ടിള സ്വർണം പൂശുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്ന ഉത്തരവ് മാധ്യമങ്ങൾക്ക് ലഭിച്ചു. കട്ടിളയുടെ ചെമ്പ് പാളികൾ സ്വർണം പൂശുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നുവെന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 1999 തന്നെ വിജയ് മല്യ ഈ കട്ടിളയിൽ സ്വർണം പൂശിയെന്നാണ് സെന്തിൽനാഥ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൈമാറുന്നതിന് മുൻപ് തന്നെ കട്ടിളയിലെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി. 2019 ജൂലൈ 20-നാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നത്. ശ്രീകോവിലിന്റെ സ്വർണം പൂശി പുതിയതായി സ്ഥാപിക്കുമ്പോൾ വാതിലിന്റെ കട്ടിളകളിൽ പൊതിഞ്ഞിരിക്കുന്ന ചെമ്പുപാളികൾ കൂടി സ്വർണം പൂശുന്നതിന് അഭികാമ്യമാണെന്ന് കണ്ടതിനാൽ ചെമ്പുപാളികൾ സ്വർണം പൂശി നൽകുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതമറിയിച്ചതായി ഉത്തരവിൽ പറയുന്നു. കട്ടിളകളിൽ നേരത്തെ സ്വർണം പൂശിയിരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് 2019 ദേവസ്വം ബോർഡിന്റെ ഉത്തരവ്. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് ദ്വാരപാലക ശില്പങ്ങളുടെ പാളിയിലൂടെ മാത്രമല്ല കട്ടിളയുടെ പാളികളിലൂടെയും നടന്നതായി വെളിപ്പെടുത്തുന്നതാണ് ഈ ഉത്തരവ്. 1999 സ്വർണം പൂശിയ കട്ടിളയടക്കമുള്ള അനുബന്ധ ഭാഗങ്ങൾ പിന്നീട് ചെമ്പ് പാളിയെന്ന് രേഖപ്പെടുത്തിയാണ് വീണ്ടും സ്വർണം പൂശുവാൻ അനുമതി നൽകുന്നത്. 1999 പൂശിയ സ്വർണം എവിടെ പോയതെന്നാണ് സംശയം ഉയർത്തുന്നത്. ശബരിമല സ്വർണമോഷണം, മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്യുവാൻ തീരുമാനം. ശബരിമല സ്വർണമോഷണത്തിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്ത് ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റേതാണ് തീരുമാനം. ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയിരുന്നു. നിലവിൽ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറാണ് മുരാരി ബാബു. 2019 സ്വർണ്ണപ്പാളി ചെമ്പ് പാളി എന്ന് റിപ്പോർട്ട് എഴുതിയത് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ്. 2025 സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടണമെന്ന് മുരാരി ബാബു ഫയലിൽ നിർദ്ദേശിച്ചിരുന്നു. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായെന്ന് ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ KS ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർക്കെതിരെയായിരുന്നു വിജിലൻസ് റിപ്പോർട്ട്. ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി. നടപടി കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ മൂലമെന്ന സൂചന. കസ്റ്റഡി മർദ്ദന ആരോപണത്തിന് പിന്നാലെ ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കാണ് സ്ഥലം മാറ്റിയത്. കോന്നി SHO ആയിരുന്ന സമയത്ത് SFI പ്രവർത്തകനെ മർദ്ദിച്ച കേസിൽ ഹൈക്കോടതി മധുബാബുവിന് നോട്ടീസ് അയച്ചിരുന്നു. വിവിധ ജില്ലകളിൽ നിന്നും സമാന രീതിയിൽ കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി എന്നാണ് വിവരം. കോന്നി CI ആയിരുന്ന സമയത്ത് മധുബാബു അടിച്ച് ചെവിയുടെ ഡയഫ്രം പൊട്ടിച്ചെന്ന പരാതിയുമായി SFI പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് ആദ്യം രംഗത്ത് വന്നത്. ഇതിനു പിന്നാലെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്നും പരാതികൾ ഉയർന്നു. തൊടുപുഴ മലങ്കര സ്വദേശി VK മുരളീധരനാണ് ഏറ്റവും ഒടുവിൽ പരാതിയുമായി എത്തിയത്. തൊടുപുഴ ഡിവൈഎസ്പി ആയിരുന്ന സമയത്ത് മധുബാബു ഓഫീസിൽ വച്ച് മർദ്ദിച്ചു എന്നായിരുന്നു പരാതി. പോലീസ് മർദ്ദനത്തെക്കുറിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു.
മധുബാബുവിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുൻ SFI നേതാവ് ജയകൃഷ്ണൻ തണ്ണിത്തോട് നൽകിയ ഹർജിയിൽ മധുബാബുവിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. മധുബാബുവിനെതിരായ നടപടിയിൽ പത്തനംതിട്ട SPയുടെ റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് മടക്കി പുതിയ റിപ്പോർട്ട് നൽകുവാനും നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മധുബാബുവിനെ മാറ്റിയത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരുന്ന ബിജു വി നായർ ആലപ്പുഴ ഡിവൈഎസ്പി ആകും. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നഗ്നനാക്കി മർദ്ദിക്കുകയും ശരീരത്തിൽ ചൊറിയണം തേക്കുകയും ചെയ്ത സംഭവത്തിൽ 2024 ഡിസംബറിൽ ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മധുബാബുവിനെ 1 മാസം തടവിനും 1000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചിരുന്നു. കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷററാണ് മധുബാബു. വീണ്ടും തിളങ്ങി നമ്മുടെ KSRTC. ഇന്നലെ നേടിയത് ചരിത്രത്തിലെ ഏറ്റവും കൂടിയ രണ്ടാമത്തെ പ്രതിദിന കളക്ഷൻ. ടിക്കറ്റ് വരുമാനത്തിൽ ചരിത്രത്തിലെ ഉയർന്ന രണ്ടാമത്തെ പ്രതിദിന കളക്ഷനുമായി KSRTC. 9.5 കോടിയിലേറെ രൂപയാണ് കഴിഞ്ഞ ദിവസം കളക്ഷൻ. യാത്രക്കാർ KSRTCയെ തിരഞ്ഞെടുത്തതിന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നന്ദി അറിയിച്ചു. റെക്കോർഡ് നേട്ടത്തിനായി പരിശ്രമിച്ച എല്ലാ KSRTC ജീവനക്കാരെയും അഭിനന്ദിക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. തങ്ങൾ ലക്ഷ്യമിട്ട വരുമാനത്തേക്കാൾ പ്രതിദിന കളക്ഷൻ ഉയർന്നു എന്നത് അഭിമാനകരമാണെന്ന് മന്ത്രി പറയുന്നു. വരുമാനത്തിൽ ഏകദേശം 104% വരെ വർധനവുണ്ടായെന്നും മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു. ഒക്ടോബർ 6 തിങ്കളാഴ്ച KSRTC ടിക്കറ്റ് വിൽപ്പനയിലൂടെ നേടിയത് 9.41 കോടി രൂപയാണ്. 2025 സെപ്റ്റംബർ 8 നേടിയ 10.19 കോടി രൂപയാണ് KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ. ഡിസംബർ 23 KSRTC നേടിയ പ്രതിദിന ടിക്കറ്റ് വരുമാനമായ 9.22 കോടി രൂപയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ പ്രതിദിന വരുമാനം മറികടന്നിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണ വിലക്കിൽ വഴിത്തിരിവ്. സർക്കാർ സത്യവാങ്മൂലം തിരുത്തി ഖേദം പ്രകടിപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണ വിലക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചു. നേരത്തെ നൽകിയ സത്യവാങ്മൂലം തെറ്റാണെന്ന് സംബന്ധിച്ച് സർക്കാർ കോടതിയിൽ ഖേദപ്രകടനം നടത്തുകയും ചെയ്തു. റോഡിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചാണ് സർക്കാർ നിലപാട് തിരുത്തിയത്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദേശീയപാതയുടെ ഭൂമി വനം വകുപ്പിന്റേതാണെന്ന് ജൂലൈ 11 നൽകിയ സത്യവാങ്മൂലമാണ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. റോഡ് നിർമ്മിച്ച കാലം മുതൽ ഈ ഭൂമി പൊതുമരാമത്ത് വകുപ്പിന്റേതാണ് എന്നാണ് പുതിയ സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കിയത്. റോഡും സമീപത്തെ 50 അടി വീതിയിലുള്ള ഭൂമിയും പൊതുമരാമത്ത് വകുപ്പിന്റേതാണെന്നും രാജഭരണകാലത്ത് തന്നെ ഈ ഭൂമി വനംവകുപ്പിൽ നിന്നും ഒഴിവാക്കിയിരുന്നുവെന്നും പുതിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. വനഭൂമിയാണെന്ന സത്യവാങ്മൂലത്തെ തുടർന്ന് വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ മരങ്ങൾ മുറിച്ചുമാറ്റിയെന്ന് കാണിച്ച് ഹർജി കോടതിയിലെത്തുകയും തുടർന്നാണ് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണം ഹൈക്കോടതി വിലക്കുകയും ചെയ്തത്. തെറ്റായ സത്യവാങ്മൂലം നൽകിയതിൽ സർക്കാർ കോടതിയിൽ ഖേദം പ്രകടിപ്പിച്ചു. ചീഫ് സെക്രട്ടറിയാണ് സർക്കാരിന് വേണ്ടി പുതിയ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. കോടതി ഇത് ഫയലിൽ സ്വീകരിച്ചു. കേസ് പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ജനകീയ പ്രതിരോധത്തിന്റെ വിജയമാണ് സർക്കാർ പുതിയ സത്യവാങ്മൂലം നൽകുവാനുള്ള കാരണമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു. ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് സർക്കാർ നിലപാട് തിരുത്തി പുതിയ സത്യവാങ്മൂലം നൽകിയത്. ലഫ്റ്റനന്റ് കേണലിന് സൈന്യത്തിന്റെ സല്യൂട്ട്. ഫാൽക്കെ പുരസ്കാര നേട്ടത്തിന് പിന്നാലെ മോഹൻലാലിന് കരസേനയുടെ ആദരം. ടെറിട്ടോറിയൽ ആർമിയിൽ 16 വർഷം പൂർത്തിയാക്കിയതിന്റെയും രാജ്യത്തിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയതിന്റെയും പശ്ചാത്തലത്തിൽ നടൻ മോഹൻലാലിന് കരസേനയുടെ പ്രത്യേക ആദരം. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുമായി മോഹൻലാൽ കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിൽ നിന്നും അഭിനന്ദനം ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇതൊരു വലിയ അംഗീകാരവും ബഹുമതിയുമാണ്. കരസേനയുടെ ആദരം ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം പ്രതികരിച്ചു. രാജ്യത്തിന് നൽകിയ സംഭാവനകളും സൈന്യവുമായുള്ള അദ്ദേഹത്തിന്റെ ഊഷ്മള ബന്ധവുമാണ് ഈ ബഹുമതിക്ക് അദ്ദേഹത്തെ അർഹനാക്കിയത്. 2009 മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമാകുന്നത്. ഇന്ത്യൻ ആർമിയിലെ 122 ഇൻഫെൻട്രി ബറ്റാലിയൻ TA മദ്രാസ് ടീമിലെ അംഗമാണ് അദ്ദേഹം. സൈന്യത്തിന്റെ ഭാഗമായി താൻ പൊതുജനങ്ങൾക്ക് അറിയാവുന്നതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങളുടെ സജീവ സാന്നിധ്യം വലിയ ശ്രദ്ധ നേടിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു. സൈന്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമെന്നും ടെറിട്ടോറിയൽ ആർമിയുടെ പ്രചാരണ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുമെന്നും മോഹൻലാൽ കരസേനാ മേധാവിക്ക് ഉറപ്പു നൽകി. പുതുതലമുറയെ സൈന്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതുൾപ്പെടെ നിരവധി പദ്ധതികൾ മുൻപിലുണ്ട് അദ്ദേഹം അറിയിച്ചു.
കരസേന മേധാവിയിൽ നിന്നും ലഭിച്ച ഈ അഭിനന്ദനം രാജ്യസേവനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ തനിക്ക് കൂടുതൽ പ്രചോദനമാകും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.